ചിന്മുദ്രാങ്കിത യോഗ സമാധിസ്ഥനായി അയ്യപ്പൻ. ദൃശ്യങ്ങൾ തെളിയുന്നത് കൃഷിയിടത്തിലാണ്, അതും നെൽപ്പാടത്ത്. നസർബാത്ത് എന്ന നെൽച്ചെടിയുടെ കൃഷ്ണവർണ്ണമാണ് അയ്യപ്പ രൂപത്തിന്റെ ആധാരം. ജപ്പാൻ വയലറ്റ്, AST, രക്തശാലി, മണിരത്ന ഇവ ഇടകലർത്തിയാണ് കൃഷി. ചുരുക്കത്തിൽ ഔഷധ സമ്പന്നമാണ് പാടം. മന്ത്രി P. പ്രസാദിനൊപ്പം ഇസ്രയേലിൽ കൃഷിപഠനത്തിന് പോയ സുനിൽകുമാറാണ് ശബരിമല നിറപുത്തരിക്കായി കൃഷി ഇറക്കിയിട്ടുള്ളത്. ജപ്പാൻ വയലറ്റ് കിട്ടാനാണ് ത്യാഗം ഏറെ സഹിച്ചത്. ഡൽഹിയിൽ പഠിക്കുന്ന ജപ്പാനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുഖേന വിത്ത് സംഘടിപ്പിച്ചു. അയ്യപ്പന് നെൽക്കതിരുകൾ ഒരുക്കുമ്പോൾ അതിനൽപ്പം വ്യത്യസ്തത വേണമെന്ന താല്പര്യത്തിലാണ് ഇക്കുറി കളമൊരുക്കിയത്. നമ്മുടെ പുതിയ തലമുറ കാർഷിക മേഖലയായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അതുമായിട്ട് ഒരു ആശയം വെച്ചാണ് ഞാൻ തുടക്കം ഇവിടെ ചെയ്തത്. അപ്പം കഴിഞ്ഞ വർഷവും ഞാൻ ശബരിമലയ്ക്ക് നിറപുത്തരിക്ക് നെൽക്കതിരി ഇവിടുന്നതായിട്ട് പോയി. ഈ വർഷവും വ്യത്യസ്ത ഇനം നെല്ലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മനസ്സിൽ ഉദ്ദേശിച്ച ആ അയ്യപ്പൻ്റെ രൂപം അത് ചിത്രീകരിച്ച് എടുക്കുവാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ചുമർചിത്ര കലാകാരൻ അഖിൽ ആറന്മുള രൂപകൽപ്പന ചെയ്തു. ഒരുക്കിയെടുത്ത പാടം ആദ്യം നന്നായി നനച്ചു. ശേഷം ചോക്കുപൊടിയിൽ രൂപം തീർത്തു. അതേ തരത്തിൽ പാടമൊഴുത് വിത്തിറക്കി. വിളവിന് 140 ദിവസം വേണമെന്നതിനാൽ ആദ്യം വിത്തിട്ടതും നസർബാത്ത് തന്നെ. പിന്നീട് AST, രക്തശാലി എന്നിങ്ങനെ 20 സെന്റ് നിറഞ്ഞു. ഇത്രയും വലിയ സൈസിലായതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഹെലിക്യാമിൽ ഷൂട്ട് ചെയ്ത് ഇത്രയും മേളിൽ നിന്ന് എടുത്തപ്പോഴേ അയ്യപ്പൻ്റെ അതേ രൂപം വന്ന് കണ്ടത്. അപ്പോൾ വളരെയധികം സന്തോഷം. 1991 നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുപുഴക്കാട്ട് ദേവീക്ഷേത്ര വള്ളപ്പിലാണ് ഭക്തി നിർഭരമായ കൃഷി. നിറപുത്തരിക്ക് 2ാം തവണയാണ് ഇവിടെ നെൽച്ചെടികൾ കതിരിടുന്നത്. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ചെയ്യണം എന്ന് എല്ലാ പ്രാവശ്യവും കൃഷി ചെയ്യുമ്പോൾ അദ്ദേഹം ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിന് പൂർണ്ണമായും നമ്മൾ കരയോഗത്തിന്റെ ഭാഗത്തും ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ആണ് ഇപ്പം കാര്യങ്ങൾ നീങ്ങുന്നത്. അപൂർവങ്ങളായ 5 നെൽ വിത്തിനങ്ങളിലാണ് ഇടയാറന്മുളയിലെ ഈ പാടിയാട്ട് തീർത്തിരിക്കുന്നത്. ഒരു പരീക്ഷണമായിരുന്നു. അത് വിജയം കണ്ടതോടുകൂടി വരും വർഷങ്ങളിൽ വിദേശത്തു നിന്നടക്കം അപൂർവങ്ങളായ നെൽ വിത്തിനങ്ങൾ എത്തിച്ച് ആർട്ട് തീർക്കാൻ തന്നെയാണ് ആലോചന. ജസ്റ്റിൻ വാളക്കുഴിക്കും ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കുമൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. കലാമനോഹരതയെ പറ്റി പറയാൻ CK അഭിലാൽ തന്നെ നമുക്കൊപ്പമുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ നസർബാത്ത് ഒന്നും കേട്ടിട്ടില്ലെങ്കിലും ഈ കാഴ്ച നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാറുണ്ട്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരുക്കിയെടുക്കുന്നത്? പാടിയാട്ടം എന്നുള്ളത് എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ആറന്മുള ചെങ്ങന്നൂർ പാതയോരത്തോട് ചേർന്നാണ് ഈ കൃഷിയിടമുള്ളത്. നേരിട്ട് അവിടെ എത്തിയപ്പോൾ എന്തെങ്കിലും പ്രത്യേക തരത്തിൽ കൃഷി ചെയ്തതാണ് എന്ന് യാതൊരു തോന്നലും നമുക്ക് ഉണ്ടാവുകയില്ല. അതേസമയം ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളിൽ ഇതിൻ്റെ സവിശേഷത പ്രകടമായി തന്നെ ഉണ്ട്. അതിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അയ്യപ്പൻ്റെ രൂപത്തിൽ ഉള്ള ഭാഗത്ത് കൃഷി ചെയ്യാതെ ഒഴിച്ചിട്ടു എന്നുള്ളതാണ്. പക്ഷേ നേരിൽ അവിടെ എത്തി ഇത് കാണുമ്പോഴാണ് നസർബാത്ത് എന്ന നെൽവിത്തിനത്തിൻ്റെ സവിശേഷമായ പ്രാധാന്യം പൂർണ്ണമായി ഉൾക്കൊണ്ട് അയ്യപ്പൻ്റെ രൂപം വരത്തക്ക രീതിയിൽ ആ ഭാഗത്ത് മാത്രം കൃഷി ചെയ്ത് മറ്റിടങ്ങളിൽ രക്തശാലി പോലെയുള്ള മറ്റ് ഇനങ്ങൾ കൃഷി ചെയ്താണ് ഇത്തരത്തിലൊരു സവിശേഷമായ രൂപം സൃഷ്ടിച്ചെടുത്തത്. ഇസ്രയേലിൽ കൃഷിപഠനത്തിന് പോയ MS സുനിൽകുമാറാണ് കർഷകൻ. ഇത്തവണ നെൽവിത്തുമായി മല കയറുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് ഈ ആർട്ട് തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. ചിത്രകാരൻ കൂടിയായിട്ടുള്ള അഖിലിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ആശയം അവതരിപ്പിച്ചു. അങ്ങനെ അഖിലിൻ്റെയും ഒരു ആദ്യ പദ്ധതിയായിരുന്നു ഇത്. അങ്ങനെ വിശാലമായ ഒരു ഏരിയയിൽ അയ്യപ്പൻ്റെ രൂപം സൃഷ്ടിച്ചെടുക്കുക, അത് നിലത്ത് നിന്ന് തന്നെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് ആസൂത്രണം ചെയ്യുക എന്നുള്ളത് ഏറെ വെല്ലുവിളിയായിരുന്നു. ഇത്തരത്തിലൊരു ഫലം നെൽപ്പാടം കാണുക തന്നെ ഭംഗിയാണ്. അവിടെ ഇങ്ങനെ ഒരു കലാരൂപം ഉണ്ടാകുമ്പോൾ അത് അതിമനോഹരമാണ്. നസർബത്ത് അപ്പോൾ ഓർത്തു വെച്ചോളൂ, അതൊരു വിത്തിനമാണ്.